എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ Airdopes 381 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലിപ്പ് ദ ഗെയിം എന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് എഴുതിയേക്കുന്നതാണ്. തൊട്ട് മുകളിലായിട്ട് ബോട്ടിൻ്റെ ഒരു ലോഗോയും ഉണ്ട്. കൂടാതെ നമ്മുടെ കിയാര അദ്വാനിയുടെ ഒരു ഓട്ടോഗ്രാഫും പുള്ളിക്കാരുടെ ഒരു ഫോട്ടോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ നമ്മുടെ Airdopes 381 ഒരു ഫോട്ടോയും ഇവിടെ ഉണ്ട്. ഇനി സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ബോട്ട് എന്ന് എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് IWP ടെക്നോളജി, ASAP ചാർജ് 5 മിനിറ്റ്സ് ചാർജ് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് പ്ലേ ടൈം. അതുപോലെ തന്നെ ട്രൂ വയർലെസ് എക്സ്പീരിയൻസ് ബ്ലൂടൂത്ത് 5.0, പ്രീമിയം ഹൈടെക് ഡിസൈൻ, അപ് ടു 4 hours ഓഫ് സൗണ്ട് പെർ ചാർജ്, ടൈപ്പ് സി ചാർജിംഗ്, enthralling audio experience, 7mm drivers, IPX sweat and water resistance, easy access control with voice assistance, Ubercool 500 mAh charging, അതുപോലെ തന്നെ ഹാൻഡ് ഫ്രീ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റീരിയോ കോളിംഗ്, ബാറ്ററി ഇൻഡിക്കേറ്റർ ഫോർ ഐഫോൺ ഡിവൈസസ്. അപ്പോൾ ഇതൊക്കെയാണ് പുറകിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ Airdopes 381 ആണ്. അപ്പോൾ നമ്മുടെ ബോക്സിൽ കണ്ടതുപോലെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൻ്റെ കൂടെ ലഭ്യമാകുന്നത് കുറച്ച് പേപ്പർ വർക്ക്സ്, അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും, കൂടാതെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഇയർ ടിപ്സുകളുമാണ്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഇയർബഡ്സിൻ്റെ ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു മാറ്റ് ഫിനിഷ്ഡ് കേസിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് ലഭ്യമാകുന്നത്. ഏറ്റവും മുന്നിൽ നോക്കുവാണെങ്കിൽ ബോട്ട് പ്ലഗ് ഇൻ ടു നിർവാണ എന്ന് അവരുടെ ലോഗോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് യാതൊന്നും തന്നെ കാണുന്നില്ല. ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും 3 കളേഴ്സിലാണ് നമുക്കിത് ലഭ്യമാകുന്നത്. ബ്ലൂ കളർ, അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്ലൂ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ. ഈ ഒരു ബ്ലൂ കളറിനും അതുപോലെ തന്നെ ഡീപ്പ് ബ്ലൂവിനും ആണെങ്കിൽ നമുക്ക് വില എന്ന് പറയുന്നത് 1499 രൂപയാണ് ഓഫർ ടൈമിൽ നമുക്കിത് ലഭ്യമാകുന്നത്. എന്നാൽ അല്ലാത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2000-ന് മുകളിലാകും ഈ ഒരു ടിൻ ഇയർബഡ്സിൻ്റെ വില എന്ന് പറയുന്നത്. ബ്ലാക്ക് കളറിന് ഇപ്പോൾ നോക്കിയാലും നമുക്ക് നല്ല കാശ് തന്നെയാണ്, 2000-ന് മുകളിൽ തന്നെയാണ് കാശ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ, അതായത് ബ്ലാക്കിന് എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്ലൂ മേടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു പെബിൾ ഷേപ്പ് കേസിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസ് അല്ല, 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. 20 മണിക്കൂറാണ് നമുക്ക് പ്ലേ ബാക്ക് ടൈം കമ്പനി അവകാശപ്പെടുന്നത്. അത് 4 പ്രാവശ്യം ചാർജ് ചെയ്തിട്ട്, അതായത് 5 മണിക്കൂർ നമുക്ക് ഒരു സമയം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. 20 മണിക്കൂർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 15 മുതൽ ഒരു 18 മണിക്കൂർ വരെ ഉറപ്പായിട്ടും ഇതിൽ നിന്നും ലഭ്യമാകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. 1.5 hours ആണ് 100% ഈ ഒരു പവർ ബാങ്ക് 500 mAh ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അത് 5 വോൾട്ട് 2 ആംപിയറിന്റെ നോർമൽ ചാർജർ യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഈ ഒരു ഇയർബഡ്സിന്റെ മറ്റുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൈലൈറ്റ്സിൽ പറഞ്ഞതുപോലെ തന്നെ IWP ടെക്നോളജി ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. എന്താണ് IWP? അതായത് ഇൻസ്റ്റാ വേക്കൻറ്റ് പെയർ ടെക്നോളജി എന്നുള്ളത്. അതായത് ജസ്റ്റ് നമ്മൾ ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഡിവൈസിലാണോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് പെയർ ചെയ്തിരിക്കുന്നത്, അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആകുന്നതാണ്. അതെന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പൊതുവെ മറ്റുള്ള ഇയർബഡ്സുകൾ ബോട്ടിൻ്റെ 402 ആയാലും അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ഫ്രീ പോർട്സ് ആയാലും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കേസിൽ നിന്നും ഓപ്പൺ ആക്കുന്നെങ്കിൽ മാത്രമേ അത് പെയർ ആകത്തുള്ളൂ. എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ASAP ചാർജ് എന്ന് പറയുന്നത്, അതായത് 5 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 മിനിറ്റാണ് പ്ലേ ബാക്ക് ടൈം ഇതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മ്യൂസിക് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതായത് 24 മണിക്കൂർ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ 100%, അതായത് 20 മണിക്കൂർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് തീർന്നു എന്ന് വെച്ചോളൂ. എന്നാലും നോ പ്രോബ്ലം, ഒരു 5 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 മിനിറ്റ് നിങ്ങൾക്ക് വീണ്ടും ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ IPX5ന്റെ ഒരു സെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും, ഇനി ഡ്രസ്സിലിങ്ങിന് പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ട് ഹെവി റെയിനിൽ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ഒരു ഡ്രസ്സിലിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളം കയറത്തില്ല എന്നുള്ളത് ഈ ഒരു ഇയർബഡ്സിന്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇനി ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക്
കാണാൻ സാധിക്കുന്നത് ഒരു 4 LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ 4 LED ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാറ്ററി ലെവൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇയർബഡ്സുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 7mm ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലാണ് ആക്ച്വലി ഈ ഒരു ഇയർബഡ്സ് ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇതെങ്ങനെ നമ്മൾ ചെവിയിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമലി എല്ലാം ഇതുപോലെ താഴേക്കാണ് വെക്കുന്നത്. എന്നാൽ ഇത് കണ്ടോ, മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ചെവിയിലേക്ക് അങ്ങ് കയറ്റി വെക്കുക. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ആക്ച്വലി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. എന്നാൽ പോലും നമ്മളൊരു 50% അല്ലെങ്കിൽ ഒരു 40% ഇട്ടിട്ട് നമ്മൾ പാട്ട് കേൾക്കുവാണെങ്കിൽ പുറത്തുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. എന്നാൽ ഒരു 100%, ആക്ച്വലി ഇതിൽ 100% നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ലൗഡാണ് ഈ ഒരു 100%ലേക്ക് നമ്മൾ ഈ ഒരു വോളിയം അപ്പ് ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഒരു 60-70 ലെവലിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിതിൽ നിന്നും പാട്ട് കേൾക്കാൻ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ലഭ്യമാകുന്നു എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. കാരണം ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ 402 ആയാലും അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ഫ്രീ പോർട്സ് ആയാലും ഇതിലൊക്കെ ഞാൻ പല ആൾക്കാരെയും വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കേൾക്കാൻ മേല, അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരുന്നിട്ടാണോ നീ സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ ഈ ഒരു 381 നിന്നും ലഭ്യമാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യാതൊരുവിധ സംശയവുമില്ല, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്, അതായത് നിങ്ങൾക്ക് ടോക്കിങ്ങിനാണ് നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർത്ത് ബൈയിങ് തന്നെയായിരിക്കും ഈ ഒരു എയർഡോപ്സ് 381 എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി മ്യൂസിക് ക്വാളിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ബേസും അതുപോലെ തന്നെ ബാസും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ടിലാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും ഔട്ട്പുട്ട് ലഭ്യമാകുന്നത്. പൊതുവെ ഈ ഒരു ബോട്ട് ബ്രാൻഡിലൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് കുറച്ച് ബേസ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയിലുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇതിൻ്റെ കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പുറകിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവേഴ്സിൻ്റെ ഏറ്റവും പുറകിലാണ് ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൾ എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാൻ സാധിക്കും, കൂടാതെ മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ പോസ് ചെയ്യാൻ സാധിക്കും. ഇനി ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് അടുത്ത പാട്ടിലേക്ക് മാറുന്നതാണ്. കൂടാതെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് അതുപോലെ തന്നെ സിറി വർക്ക് ചെയ്യുന്നതാണ്. സോ അതിലൊന്നും ടച്ച് റെസ്പോൺസ് എന്ന് പറയുന്നതിലൊന്നും യാതൊരുവിധ സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല രീതിക്കുള്ള ടച്ച് റെസ്പോൺസ് തന്നെയാണ്. അത് പൊതുവേ ഞാൻ എല്ലാ ബോട്ടിൻ്റെ ഈ ഒരു എയർഡോപ്സ് 402 അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ബട്ടൺ ഉണ്ടായിരുന്ന നമ്മുടെ 131 പോലും നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യത്തിൽ ഈ ഒരു 381 യാതൊരുവിധ കുഴപ്പവുമില്ല എന്നുള്ളതാണ്, നല്ല പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. 1 ഇയർ ഡൊമസ്റ്റിക് വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു ബോട്ട് 381 ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു എയർഡോപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളിത് വെക്കാനായിട്ട് ആക്ച്വലി ചെവിയിൽ നമ്മുടെ ഈ ഒരു ഇയർ ടിപ്സ് മാറ്റിയിട്ട് നമുക്ക് സൈസ് അനുസരിച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് യൂസ്ഡ് ആവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും എപ്പോഴും ഇത് തെറിച്ച് പോകാനായിട്ട്, അതായത് നമ്മുടെ കയ്യിൽ ഊരിയെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു കേസിൽ നിന്നും ഊരിയെടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ കേസിലേക്ക് വെക്കുന്ന സമയത്തൊക്കെ ഇത് നമ്മുടെ കയ്യിൽ നിന്നും തെറിച്ച് പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഞാനിത് പറയാൻ തന്നെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് 2 പ്രാവശ്യം പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ചെറുതായതുകൊണ്ട് തന്നെ മേ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വീഴാത്തത്. ഇതൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നെങ്കിൽ ഉറപ്പാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വീഴാനായിട്ട് ചാൻസസ് മാത്രമേ കാണത്തുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എയർഡോപ്സ് 381 കുറിച്ചിട്ട് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എയർഡോപ്സ് 381 വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് വർത്ത് ബൈയിങ് ആണോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓഫർ ടൈമിൽ 1400 അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് അകത്ത് മേടിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു TWS ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബോട്ടിൻ്റെ 381 ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല ക്വാളിറ്റി തന്നെയാണ്, പ്രത്യേകിച്ച് മൈക്ക് ക്വാളിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ പാട്ട് കേൾക്കാനാണ് നിങ്ങളിത് മേടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് കുറവാണ്. എന്നാൽ നിങ്ങൾക്ക് രണ്ടിനും കൂടി, അതായത് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ കോൾ ചെയ്യാനുമാണ് നിങ്ങളിത് മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്ന ഒരു
നല്ലൊരു ബജറ്റ് TWC തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ 381 എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു 381നെ കുറിച്ചിട്ട് ഏകദേശ ധാരണ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.